എടാ ഒരു പാവം മനുഷ്യനല്ലടാ ഒരു കൊലക്ക് കൊടുത്തത്. ഒരു ഫോണും തൂക്കി പിടിച്ചോണ്ട് എന്ത് തോന്നിയ സാധാരണ ഇനി എങ്ങനെ മനസ്സമാൻ്റെ ഒരു ബസ്സിൽ കയറാൻ പോകാൻ പറ്റുമോ? കമ്പി തൂങ്ങി സർക്കസും കളിച്ചുകൊണ്ടിരുന്നാലും കണ്ടക്ടർ ഒന്ന് പറയും മൈതാനം പോലെ സ്ഥലം ഉണ്ടല്ലോ അകത്തോട്ട് കയറി നിൽക്കുക. ഇനി അതും പറഞ്ഞോണ്ട് വരട്ട് മച്ചാനെ, നിങ്ങൾ വളയം പിടിക്കാൻ പോകും. അതാകുമ്പോൾ ഒന്നുള്ളതൊക്കെ നിങ്ങളെ തേടി വരും. മണമുള്ള പൂവെല്ലാം മരത്തി ചൂടി മണിക്കുട്ടി നീ എൻ്റെ മനസ്സിനുള്ളിൽ. എടാ മനസാക്ഷി ഉണ്ടോടാ? അവക്ക് ഫേമസ് ആവണം. ഇപ്പൊ ഫേമസ് ആയില്ലേ? ലുക്കൗട്ട് നോട്ടീസുമായി ഇപ്പൊ അകത്തുമായി. എടാ നീയല്ലേ ഇൻഫ്ലുവൻസേഴ്സിന്റെ ആള്, ഒന്നും പറയാനില്ലേ? ഒറ്റ റീൽ മതിയല്ലോ ജീവിതം മാറ്റിമറിക്കും. എടാ നിന്നെയൊക്കെ ഒരു പെൺകൊച്ചിന് വീടെന്ന് പറഞ്ഞു നിങ്ങൾ അവനെ മെക്കിട്ട് അറിയാം. എടാ നാളെ ഞാൻ ആയിക്കൂടെ, നീ ആയിക്കൂടെ? ഓരോരോ എക്സെപ്ഷൻസ് അല്ലേ. 10 മണിക്കൂർ എടുത്ത് ഒരു വീഡിയോ ഇട്ട് വെറും 10 വ്യൂസാണ് കിട്ടണം. ഡെസ്പറേഷൻ ആയിരിക്കും. എടാ അവന്റെ മോനടിച്ചു പറിക്കടാ. ഒരു പെങ്കൊച്ചൊരു വീഡിയോ ഇട്ട് ആരാ കാണാത്തെ? നീ കാണൂലടാ, നിങ്ങൾ കാണൂലേ? ഞാൻ കാണൂല, ഞാൻ ക്ലീനാ. ഞാനൊന്നും കാണില്ല ബ്രോ. ബ്രോയിന് വളയം പിടിക്കാൻ താല്പര്യമുണ്ടോ? ആശാനെ, ആ ചേട്ടൻ എന്തിനാ എനിക്ക് ആത്മഹത്യ ചെയ്തത്? എടാ നാളെ നിനക്ക് ഈ ഗതി വരുമ്പോഴേ നീ അത് പഠിക്കും. ഞാൻ ആത്മഹത്യ ചെയ്യൂല. ആന്ത് ആത്മഹത്യ ചെയ്താൽ ഓറ പോവും. എടാ തലയിൽ മുണ്ടിട്ട് സ്വന്തം മക്കളുടെ മുഖത്ത് വെക്കാൻ പറ്റാത്ത ഗതി വരുമ്പം നീ ഓറയും കെട്ടിപ്പിടിച്ചോണ്ടിരിക്കും. എന്റെ ഓറ വിട്ട് ഞാൻ കളിക്കൂല. പറയട്ടെ, ഞാൻ ഊതി വീർപ്പിച്ച എന്റെ ഓറ, നിന്റെ ഓറ, ആശാന്റെ ഓറ. അതിനിപ്പോ ഒരു റീലും കൊണ്ട്, ഒരു നോട്ടം കൊണ്ട്, ഒരു വാക്ക് കൊണ്ട് ആരെങ്കിലും കുത്തിപ്പൊട്ടിക്കാൻ നോക്കി എന്തിനു വിട്ടുകൊടുക്കണ? നിയമം പലർക്കും ഫേവർ ഉണ്ടെങ്കിൽ പല പല കാരണങ്ങളുണ്ടാവും. അത് മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഇന്നും ഒന്നിലും തുടങ്ങിയതല്ല. യു വിൽ ഫൈറ്റ്. നീതി എന്നൊരു സാധനം ഉണ്ടെങ്കിൽ യു വിൽ ഫൈറ്റ്. അത് ശരിയാ, പലതും ശരിക്കും അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്. അവരൊക്കെ സമനില ജീവിക്കുന്നുണ്ടല്ലോ. നമ്മളും അവരെയൊക്കെ പോലെ സ്ട്രോങ് ആവണം. അതാണ് വള കളിക്കുന്ന കൈകൾക്കറിയില്ലല്ലോ ഈ വളയം പിടിക്കുന്നതിൻ്റെ ഒരു ഇത്. മണമുള്ള പൂനുള്ളി മുടിയിൽ ചൂടി മണിക്കുട്ടി നീ എൻ്റെ മനസ്സുനുള്ളി.